ന്യൂസ് മലയാളം പ്രതിനിധിയെ ആക്ഷേപിച്ച് ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ്. എന്തിന്? ന്യൂനപക്ഷങ്ങൾക്കെതിരായ പരാമർശം സംബന്ധിച്ച ചോദ്യമാണ് പി.സി. ജോർജിനെ പ്രകോപിപ്പിച്ചത്. അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്ന കേട്ടിട്ടേ ഉള്ളൂ. നീ ഉളത്തരവുമായി ഇറങ്ങിയിരിക്കുകയാണോടാ എന്ന് പി.സി. ജോർജ് ന്യൂസ് മലയാളം കോട്ടയം പ്രതിനിധി അജിത് ബാബുവിന് നേരെ ആക്രോശിക്കുകയായിരുന്നു. ഞാൻ ആരുമല്ല, നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവനല്ലടാ. ഞാൻ പലതും പറഞ്ഞിട്ടുണ്ടാവും, അതിനെന്ത് വേണമെന്നും പണ്ട് പറഞ്ഞതൊക്കെ തോണ്ടി പുറത്തിടാനാണോ ശ്രമമെന്നും പി.സി. ജോർജ് ക്ഷുഭിതനായി. അങ്ങനെ കിഴക്കമ്മാട്ടുകൂരിനെ പറ്റിച്ച് ഒരു തെണ്ടിയോട് രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. കഴിഞ്ഞ തവണ മത്സര രംഗത്ത് സജീവമായി ഇടപെടുകയും പക്ഷെ അതിന് ഒരു പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്തു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു സമുദായം എതിരായി നിന്നു എന്നുള്ളതാണ്. ഇതൊരു പ്രത്യുപകാരമാണ്. നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ലാത്ത നിലയ്ക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ. അത് ഒരു വൈകാരികമായ ഒരു പശ്ചാത്തലം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അന്നുള്ള പശ്ചാത്തലം എങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത്? കാര്യം ചർച്ച ചെയ്യാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നു. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ, അടുക്കുമ്പോഴല്ലേ ആളുകളെ പിടികിട്ടുന്നത്. അതെ, അത് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഈ അന്ന് പറഞ്ഞ പ്രസ്താവനകളൊക്കെ അതൊക്കെ പോടെ, നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലടാ. പോയി നീ മറ്റേ പണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുക എൻ്റെ അടുത്തോട്ട്. നീ വേറെ പല പണിയും നോക്കി പോയി, മനസ്സിലായില്ലേ? ഞാൻ ജയിക്കുന്ന MLA തന്നെ, ഒരു സംശയം വേണ്ട. ഈ ഊളത്തരമൊന്നും എന്നോട് ചോദിക്കരുത്. പറഞ്ഞു എനിക്കിന്ന് മൃദുല വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാൻ ഇന്ന്. അങ്ങനെ ഊളത്തരല്ല, അത് ഊളത്തരാണ്. അതെങ്ങനെയാണ് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നത്? വളരെ സ്നേഹത്തോടെ വൃത്തികെട്ട ചോദ്യം ചോദിക്കാൻ പാടില്ല, മനസ്സിലായോ? പോട്ടെ സാറേ കേട്ടാ, വീട്ടുകളാ ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. വളരെ വ്യക്തമല്ലേ അഭിപ്രായം പറഞ്ഞു. ഇതേ അഭിപ്രായം താങ്കൾ പറഞ്ഞില്ലേ? അത് അന്ന് അങ്ങനെ പലതും പറയട്ടെ. ഞാൻ ഉണ്ടാകുന്നതിനും പറഞ്ഞ കാര്യം ഇപ്പൊ എടുത്തോണ്ട് അതല്ല ചോദിച്ചത്. താങ്കൾ ഇത് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മാധ്യമത്തോട് നോക്കണോ? നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഈ എന്താ അനാവശ്യമായ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. താങ്കൾ അങ്ങനെ വൃത്തികൾ പറയാൻ പാടില്ല. നിനക്കാവുമ്പോ ഈ തിണ്ണ പരിപാടിയൊക്കെ നല്ല പിടിയാണല്ലോ. അതാണല്ലോ നിന്നെ പോലുള്ള തിണ്ണ പാർട്ടികൾ എന്നെ തേടി വരുന്നത്. അങ്ങനെ ചോദിച്ചിട്ടില്ല. അനാവശ്യമായി നീ ഇവിടെ വന്നേ നല്ല ഉദ്ദേശത്തോടെ അല്ല. നീ നല്ല ഉദ്ദേശം വന്നാണെങ്കിൽ ഇനി വൃത്തികെട്ട ചോദ്യം ചോദിക്കില്ല. കാര്യം എന്താന്ന് വെച്ചാൽ പറഞ്ഞു പെട്ടെന്ന് പൊക്കോണം, ഇല്ലെങ്കിൽ അപകടത്തിലാകാൻ പോകുന്ന താനാ. നീ പറഞ്ഞു പോകാൻ പറഞ്ഞു. എനിക്കൊരു വർത്തമാനം പറയാൻ ഇഷ്ടമില്ല, അതിനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ. നിങ്ങളുടെ വിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആവർത്തിച്ചാൽ ഞാൻ മഹാത്തറയാകും. ഇനി എന്തോ തറയാകാൻ നീ തറയാണ്. ഇന്നിപ്പോ പഴയ പരാമർശങ്ങൾ തിരിച്ചടിയാകുമോ എന്നുള്ള വളരെ സ്വാഭാവികമായ വളരെ സാധാരണ ചോദ്യമാണ് അജിത് ബാബുവിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് പി.സി. ജോർജിന്റെ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് ആ സ്വഭാവത്തിൽ തന്നെ ഇപ്പൊ പ്രതികരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മണ്ടന്മാർക്ക് ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നുണ്ട്. സാർ അതിന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആയ കൊള്ളാം.